അനീഷേട്ടാ ഞാനും ഉണ്ട്. എന്താടാ എടുക്ക്. വണ്ടി എടുക്ക്. എന്താന്ന് എടുക്ക്. എന്ത് ചേച്ചി അനുഷ എഴുതിയില്ല. അവിടെ അനീഷേട്ടാ എനിക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യണം. എന്തിന് ചെക്ക് ചെയ്യണം. എടാ നീ ആവശ്യം നോക്കിയേ. ആ ചേച്ചി ഞാൻ സിസ്റ്റം നോക്കിക്കോളേട്ടാ. എടി ഇന്നലെ ആളുടെ കൈവച്ച് കണ്ണോട്ട് പിടിക്കും. ആ ചേച്ചി ഓക്കെ ഉണ്ട്. എന്താ ചെയ്തേ? ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ സെർവറിന്റെ പബ്ലിക് ഐപി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സെക്യൂരിറ്റി ഉള്ളതൊന്നുമല്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു പണി കൊടുക്കടാ റോയൽ പീരിയഡിന്. ബൈനറി കിങ്ങാ. ആ അതെൻ്റെ VPN പ്രൊഫൈൽ നെയിമാണ്. നിനക്ക് കുറച്ചുകൂടി നല്ല പേരിട്ടൂടെ? ആ എന്നാ പിന്നെ ഞാൻ ഉദയൻ ചേട്ടൻ്റെ ഓട്ടോൻ്റെ പേരിടാം. എന്ത് നീ ഇതിലേക്ക് എങ്ങനെ കയറാൻ പോണേ? ഇത് കണ്ട, ഇത് അവരുടെ RTP പോർട്ടാണ്. അത് ഓപ്പണാണ്. അതുവഴി ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. അതിന് നിനക്ക് പാസ്വേഡ് അറിയോ? അതിനാണ് ഏട്ടാ അറ്റാക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കോടി പാസ്വേഡ് ഉള്ള ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൽ നിന്ന് ഓരോന്നും മാച്ച് ചെയ്ത് നോക്കണം. അതിലേതെങ്കിലും ഒന്നാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ തന്നെ വേറെ വഴികളുണ്ട്. അതുവരപ്പം നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം. അനുഷേ ഇത് കഴിയും. ഇതെന്താ പരിപാടി? ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. ശരി ശരി ശരി. ആ അത് കിട്ടിയിട്ടാ. അത് കിട്ടിയാ? ആ ഇതാണ് പാസ്വേഡ്. ഇതാണ് അവന്മാരുടെ സെർവർ. നീ എന്താ ചെയ്യാൻ പോണേ? മാഡം എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ റോസ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പറയാൻ പറ്റില്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ സാറേ, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ ഒന്നും വർക്ക് ചെയ്യണില്ല.
സാറേ എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ പ്രശ്നമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ചേട്ടാ പോയിട്ട് നാളെ വാ. നാളെ റെഡിയാവും. നീ സോഫ്റ്റ്വെയർ വിളിച്ച് വേഗം പറയാൻ നോക്ക്. ബ്രാഞ്ചിലുള്ളവർക്ക് ഞാനത് വിളിക്കാൻ പോലെ അവള് വിളിക്കട്ടെ. ശില്പ അവള് കുറച്ച് പണി എടുക്കട്ടെ. ഹലോ ജിൽസേ, ഹലോ മാഡം, എല്ലാ ബ്രാഞ്ചിലും സോഫ്റ്റ്വെയർ പ്രശ്നമാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന് നീ എന്തിനാ ഇത്ര ചൂടാവണേ? മാഡം എന്റെ അവസ്ഥ ഏതാണ്, അതുകൊണ്ട് പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കടാ. ഹലോ, അപ്പച്ചന് അർജന്റായിട്ട് ഓഫീസ് വരെ വരണം. എന്താടി ഞാൻ പള്ളിയില്ല. നമ്മുടെ സോഫ്റ്റ്വെയറിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പച്ച. ബ്രാഞ്ചിലൊന്നും വർക്ക് ചെയ്യില്ല. സോഫ്റ്റ്വെയർ കിട്ടാത്ത ഞാൻ വന്നിട്ട് എന്താ കാര്യം? നീ ആ സോഫ്റ്റ്വെയറിന്റെ ആൾക്കാരെ വിളിക്കുക. ജിൽസില്ലേ അവിടെ, അവനോട് പറഞ്ഞാൽ മതി. അപ്പച്ച അവരെ ഞാൻ വിളിച്ചു. അവര് പറയണ അവരുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണ്. അതെങ്ങനെ നമ്മുടെ പ്രശ്നമാവണേ? അപ്പച്ചനൊന്ന് ഇങ്ങോട്ട് വരുമോ? ആ പ്രവീൺ സാർ ഇപ്പൊ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ വരാം. സാറേ നമ്മൾ സോഫ്റ്റ്വെയറുകാരെ വിളിച്ച് തെറി വിളിച്ചിട്ടൊരു കാര്യമില്ല. ഇത് അവരുടെ കുഴപ്പമല്ല. പിന്നെ ആരുടെ കുഴപ്പം? എൻ്റെയാ? ജിൽസി ഇവിടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ആൾ കൂടിയ പാമ്പി ആയിയാലെന്ന് പറയുന്ന പോലെയാണ്. സാർ സംഭവം ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങോ എന്ന് പറഞ്ഞാൽ? സാർ ഈ ഹാക്കിംഗ് എന്ന് വെച്ചാൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ കമ്പ്യൂട്ടറിൽ കയറി വിവരങ്ങളൊക്കെ മോഷ്ടിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ IT സെക്യൂരിറ്റിയിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. IT സെക്യൂരിറ്റിയുടെ പ്രപ്പോസൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറ. സാർ നമ്മുടെ സോഫ്റ്റ്വെയർ സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന സെർവർ എന്ന് വിളിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഇത്രയും മോശം സെർവർ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലെ കമ്പ്യൂട്ടറുകളും ഈ സെർവറിലേക്ക് ഇൻ്റർനെറ്റ് വഴി കണക്റ്റഡ് ആണ്. കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. ഇപ്പം സംഭവിച്ചത് പുറത്തു നിന്നാരോ ഈ സെക്യൂരിറ്റി മറികടന്ന് നമ്മുടെ സെർവറിലേക്ക് കയറി. അവർ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസും കണക്കുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബ്രാഞ്ചിലെ സ്റ്റാഫ് നോക്കുമ്പോൾ സോഫ്റ്റ്വെയറിലൊന്നുമില്ല. അവർ പെട്ടില്ലേ? അവർ നമ്മളെ വിളിച്ചു. നമ്മൾ പെട്ടു. ഇന്ന് നടക്കില്ലല്ലോ ഏട്ടാ. നാളെ രാവിലെ വരാൻ പറ്റുമോ? അതെ, ഈ മാലൊന്ന് പണയം വയ്ക്കാൻ പറ്റുമോ? ഇന്ന് കോൾഡ് എടുക്കാൻ പറ്റൂലല്ലോ ഏട്ടാ. എന്തു പറ്റി? സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ്. ശരിയാക്കിയിട്ടേ ബ്രാഞ്ച് വർക്ക് ചെയ്യുള്ളൂ. എപ്പോൾ ശരിയാവും? അതറിയില്ല. അത് ഹെഡ് ഓഫീസിലെ കംപ്ലൈന്റ് അന്വേഷിച്ചേ. അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളേക്ക് ശരിയാവും. നാളെ വാ. ഓക്കെ, നാളെ വരാം. ആ ശരി മോനെ, ഒരു മിനിറ്റ്. എനിക്കെല്ലാം കൂടെ കേട്ടിട്ട് തലവേർക്കുന്നുണ്ട്. എനിക്കിങ്ങോട്ട് കിട്ടിയില്ല. നിനക്കെന്തെങ്കിലും മനസ്സിലായി? ഭാഗ്യം, കോളേജ് വിട്ട കാശ് പോയില്ല. ഇതാരാന്ന് അറിയാൻ പറ്റുമോ? അത് ഞാൻ നോക്കി. ജപ്പാനിൽ ആരാണ്? ജപ്പാനിൽ? എടി, നമ്മുടെ യോനാന്റെ മോളുടെ ഭർത്താവ് ജപ്പാനിലല്ലേ? അയാൾ മലേഷ്യയിലല്ലേ അപ്പച്ച. അയാൾ എന്തിനാണ് നമ്മുടെ അമ്മനെ ഹാക്ക് ചെയ്യണത്? അസൂയ ഉണ്ടാവൂല. സാർ ജപ്പാനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഈ VPN ഒക്കെ വെച്ച് IP മാസ്ക് ചെയ്യാനും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ചിലപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അവനാണെങ്കിൽ ലോഗ് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. സർ ഇത് ചെയ്തത് ഒരാളായിരിക്കോ? ഒരാളോ ഒരു ഗ്രൂപ്പോ ആരും വേണമെങ്കിലും ആവാം. എന്താടി? ഇല്ലപ്പച്ച, ഒന്നുമില്ല. ജിൽസെ, നമ്മുടെ ബാക്കപ്പ് ഇല്ലേ? ബാക്കപ്പ് ഇല്ലേ? അല്ല, എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ മാസം വരെയുള്ളുണ്ട്, ഈ മാസം ഉണ്ടാവില്ല. ജിൽസെ, ബാക്കപ്പിൽ ശ്രദ്ധിക്കണ്ടേ? ഇതെന്താ പുതിയ പ്രശ്നം? ഈ കഴിഞ്ഞ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ പറ. എത്ര പെട്ടെന്ന് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം? സൊല്യൂഷൻ ബാക്കപ്പ് ഇല്ലാത്ത സ്ഥിതിക്ക് സൊല്യൂഷൻ ഒന്നുമില്ല. കഴിഞ്ഞ മാസം വരെയുള്ള ബാക്കപ്പ് അപ്ലോഡ് ചെയ്ത് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ മാസം ഡേറ്റ സോഫ്റ്റ്വെയർ മിസ്സിംഗ് ആണെന്നല്ലേ ഉള്ളൂ. അതിപ്പോൾ ഹാർഡ് കോപ്പിയുടെ ഡീറ്റെയിൽസ് വെച്ച് ഒരാളെ എൻ്റർ ചെയ്യിക്കാം. കയ്യിലില്ലാത്ത ഡേറ്റയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ അങ്ങോട്ട് കിട്ടാതെ ചോദിച്ചു വന്നാൽ കൊടുക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് കിട്ടാതെ തന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, മറക്കേണ്ടി വരും. ബെസ്റ്റ്. സാറേ